പാകിസ്ഥാനെതിരെ ഇന്ത്യ പ്രയോഗിച്ച ചില തന്ത്രങ്ങളുണ്ട്. ഇന്ത്യ മറ്റ് ലോക രാജ്യങ്ങൾക്ക് മുന്നിൽ ഇന്നൊരു അത്ഭുതമായി നിൽക്കുന്നതിന് കാരണം ഇന്ത്യയുടെ ആ തന്ത്രങ്ങൾ കൂടിയാണ്. ഏത് രീതിയിലാണ് ഇന്ത്യ പാകിസ്ഥാനെ നേരിട്ടത് എന്നുള്ളത് മറ്റ് ലോക രാജ്യങ്ങൾക്കൊക്കെ ഒരു ഉദാത്ത മാതൃക കൂടിയാണ്. ഡോക്ടർ വിനോദ് ബി നായർ, സാറിന്റെ ഒരു വിശകലനത്തിൽ ഇന്ത്യ പാകിസ്ഥാന് നേരെ പ്രയോഗിച്ച ഈ തന്ത്രങ്ങളെ താങ്കൾ എങ്ങനെ വിലയിരുത്തും? നമ്മള് നീതു കഴിഞ്ഞ എപ്പിസോഡില് അല്ലെങ്കിൽ മറ്റൊരു മുമ്പ് ചെയ്തതിനകത്ത് എങ്ങനെയാ ഇന്ത്യ ജയിച്ചോ തോറ്റോ എന്നുള്ളതിനെ പറ്റിയാണ് ചർച്ച ചെയ്തത്. നമ്മൾ ഈ എപ്പിസോഡിൽ ഒരുപക്ഷെ പലരും നമ്മുടെ മലയാളം ചാനലുകളിലെങ്കിലും, മലയാളം ചാനലിൽ ഞാൻ ഇതുവരെ ഒരു ഇംഗ്ലീഷ് ചാനലിൽ പോലും ഇത് സംസാരിച്ചതായിട്ട് കേട്ടില്ല ഈ നിമിഷം വരെ. ഇന്ന് ഉച്ചയ്ക്ക്, അതായത് ഈ നമ്മൾ 11-ാം തീയതി ഉച്ചയ്ക്ക് കണ്ടിട്ടില്ല. അപ്പോ അതിനെക്കുറിച്ചാണ് പറയുന്നത്. എങ്ങനെയാണ് ഇന്ത്യ ജയിച്ചത്? ഇതൊക്കെ തന്നെ ഇന്ന് അവൈലബിൾ ആണ്, പോയി നോക്കുന്നവർക്ക് കാണാം. ഞാൻ എങ്ങനെ നോക്കണം എന്ന് കൂടെ പറഞ്ഞുതരാം. ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം നമ്മുടെ കിരാന ഹിൽസ്, നമ്മുടെ ഇന്ത്യ കിരാന ഹിൽസ് ആക്രമിച്ചതാണെന്നുള്ളതാണ് ആദ്യത്തെ ഏറ്റവും വലിയ. എന്താണ് ഈ കിരാന ഹിൽസ്? ഇത് പാകിസ്ഥാന്റെ ന്യൂക്ലിയർ ഫെസിലിറ്റിയാണ്. അതായത് അവർക്ക് ന്യൂക്ലിയർ വാർഹെഡ്സുകൾ ഉണ്ടെന്നാണ്, അതായത് ന്യൂക്ലിയർ അണുവായുധങ്ങൾ ഉണ്ട് എന്നാണ് കരുതപ്പെടുന്നത്. ഈ പാകിസ്ഥാൻ ഒരു അൺസ്റ്റേബിൾ നേഷൻ ആയതുകൊണ്ട് ഈ ന്യൂക്ലിയർ ആയുധങ്ങളെല്ലാം, അതായത് വേറെ ടെററിസ്റ്റ് ഗ്രൂപ്പ് അടിച്ചുകൊണ്ട് പോകുമെന്നാണ് അമേരിക്കയ്ക്ക് ഉൾപ്പെടെ ഭയമുണ്ട്, ചൈനയ്ക്ക് ഉൾപ്പെടെ ഭയമുണ്ട്. ഇത് വല്ലവരുടെ കൈ ചെന്ന് കിട്ടിയാൽ അമേരിക്കയ്ക്ക് പണി കിട്ടും, ചൈനയ്ക്ക് ഒരുപക്ഷെ പണി കിട്ടും, റഷ്യക്ക് പണി കിട്ടും. അപ്പൊ എല്ലാവരും പാകിസ്ഥാന്റെ ന്യൂക്ലിയർ ആയുധങ്ങൾ എവിടെയാണ് ഇരിക്കുന്നത്, എത്ര സേഫ് ആണെന്നുള്ളത് എന്നും പരിശോധിക്കുന്ന ഒന്നാണ്. അങ്ങനെ ചൈനയുടെ സഹായത്തോടു കൂടി വലിയ ഒരു മലയുടെ ഉള്ളിൽ തുരന്ന് ഉണ്ടാക്കിയിരിക്കുന്ന ഒന്നാണ് ഈ ന്യൂക്ലിയർ ഫെസിലിറ്റി, അതായത് ന്യൂക്ലിയർ ആയുധങ്ങൾ സൂക്ഷിക്കുന്ന ഫെസിലിറ്റി. രണ്ട് ഉദ്ദേശമുണ്ട്. ഒന്ന്, ഒരു ആക്രമണം വന്നു കഴിഞ്ഞാൽ അതിന് ആ ന്യൂക്ലിയർ ആയുധങ്ങൾക്ക് കേടുപറ്റരുത്. രണ്ട്, ഇത് അവിടെ നിന്ന് തന്നെ ഒരാൾ അതായത് ഒരു ടെററിസ്റ്റ് ഗ്രൂപ്പ് വന്നു കഴിഞ്ഞാലും അതിനെ ഇവരെ കീഴ്പ്പെടുത്തി അത് കൊണ്ടുപോകാൻ പാടില്ല. നിങ്ങൾക്ക് അറിയാലോ, ബലോചിസ്ഥാനൊക്കെ വളരെ അപകടം പിടിച്ച ആളുകളാണ്. അവരുടെ കയ്യിൽ ഇത് കിട്ടിക്കഴിഞ്ഞാൽ പ്രശ്നമാണ്. ലഷ്കർ-ഇ തോയ്ബയുടെ കിട്ടിക്കഴിഞ്ഞാൽ പ്രശ്നമാണ്. ഇത് ഒരു വൃത്തികെട്ടവന്റെ കയ്യിൽ ആരുടെ കിട്ടിയാലും വലിയ അപകടം. അപ്പോ അങ്ങനെ സൂക്ഷിക്കുന്ന സ്ഥലത്തിന്റെ പേരാണ് കിരാന ഹിൽസ്. അതായത് നമ്മുടെ പാകിസ്ഥാനില് ഈ ഒരു സർഗോദ എന്ന് പറയുന്ന എയർബേസ് ഉണ്ട്. അതിൽ നിന്ന് 8 കിലോമീറ്റർ മാറിയിട്ടാണ് കിരാന ഹിൽസ്. വളരെയധികം സെക്യൂരിറ്റി ഉള്ള ഒരു സ്ഥലമാണ്. സർഗോദ എന്ന് പറയുന്ന പഞ്ചാബ് പ്രോവിൻസിലാണ് ഇത് സൂക്ഷിച്ചിരിക്കുന്നത്. അത് 8 കിലോമീറ്റർ മാറിയിട്ടാണ് ഈ കിരാന. ഇതൊരു കുന്നാണ്, ഇതിനകത്ത് തുരന്നു പോയിട്ടാണ് ഇത് വച്ചിരിക്കുന്നത്. അപ്പൊ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇത് വളരെ ഈ അണ്ടർഗ്രൗണ്ട് ഹാർഡ് കോർ ബങ്കേഴ്സ് എന്ന് പറയും, ഹാർഡൻഡ് ബങ്കേഴ്സ് എന്ന് പറയും. അതിനകത്ത് ഒരു സാധാരണഗതി വലിയൊരു ബോംബ് കൊണ്ടിട്ടാൽ പോലും ഒന്നും സംഭവിക്കൂല എന്നാണ് സങ്കല്പം. മാത്രമല്ല അത് 1980 മുതൽ ഇവരുടെ ന്യൂക്ലിയർ ആയുധങ്ങൾ മിക്കവാറും എല്ലാം അവിടെയാണ് സൂക്ഷിച്ചിരിക്കുന്നത്. ചിലപ്പോൾ അല്ലാത്ത സ്പെയറുകളൊക്കെ ഇനി അഥവാ അതിനെന്തെങ്കിലും പറ്റി ചിലപ്പോൾ കാണുമായിരിക്കും. അത് അവർക്കറിയാവുന്ന പോലെ ഒരുപക്ഷെ ഇന്ത്യക്കും അറിയാൻ, അമേരിക്കയ്ക്കും അറിയാനാണ് സാധ്യത. ഇവിടെയാണ് അതിന്റെ പ്രസക്തി. ഇനി എന്താണ് ചെയ്തതെന്ന് പറഞ്ഞാല് ഈ കിരാന ഹിൽസിന്റെ ഈ കഴിഞ്ഞ ദിവസം കിരാന, അതായത് 9-ാം തീയതി രാത്രി കിരാന ഹിൽസിന്റെ ആ എൻട്രൻസ് ഉണ്ടല്ലോ, എൻട്രൻസ്, അത് ഇന്ത്യയുടെ ഒരു ബ്രഹ്മോസ് മിസൈൽ പോയി തകർത്തു എന്നുള്ളതാണ്. അതായത് അവരുടെ കിരാന ഹിൽസിന്റെ ടണലിലോട്ടുള്ള എൻട്രൻസ് ബ്ലോക്ക് ആക്കി കളഞ്ഞു. ഇത് എന്നിട്ട് വേണ്ട ആയുധം പുറത്തെടുക്കാൻ. അതാണ് നമ്മുടെ ഏറ്റവും ബുദ്ധിപരമായ അടി. അതായത് ഒരു വലിയ ബ്രഹ്മോസ് മിസൈലും സ്കാൽപ്പ് മിസൈലും കൂടെ ചേർത്ത് അതിന്റെ എൻട്രൻസ് അടിച്ച് അതിന്റെ ടണലിന്റെ ഈ ഇവരുടെ ആയുധപ്പുരയുടെ ഈ, നമ്മളിപ്പം അറിയാലോ, നമ്മൾ ഒരു മലയുടെ അടിയിലാണെങ്കിൽ ഒരു ടണലാണ്. ആ ടണലിന്റെ എൻട്രൻസിനെ ഓൾമോസ്റ്റ് ബ്ലോക്ക് ആക്കി കഴിഞ്ഞാൽ അത് താൽക്കാലികമായിട്ടെങ്കിലും ആയുധം പുറത്തെടുക്കാൻ പറ്റാതായി. അതിനകത്ത് പാകിസ്ഥാൻ മാത്രമല്ല ഞെട്ടിയത്, അമേരിക്കയും മറ്റുള്ള പല ലോകരാഷ്ട്രങ്ങളും ഇത്രയും ഒരു ആക്രമണം ഇത്ര പ്രിസിഷനായിട്ട് അതിന്റെ എൻട്രൻസ് അടയുന്ന വിധത്തിൽ അടയ്ക്കുമെന്ന് സ്വപ്നത്തിൽ പോലും ആരും വിചാരിച്ചില്ല. ഇതാണ് അമേരിക്ക ഇടപെടാനുള്ള ആദ്യത്തെ ഒരു കാരണം. നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം. ഈ അയാളുടെ പേരെന്താണ്, JD വാൻസ് അല്ലേ, അമേരിക്കൻ വൈസ് പ്രസിഡന്റ്. JD വാൻസും നമ്മുടെ അവിടുത്തെ സെക്രട്ടറിയും ഒക്കെ പറഞ്ഞിരുന്നത് ഇത് നിങ്ങൾ തമ്മിലുള്ള പ്രശ്നമാണ്. ട്രംപും പറഞ്ഞിരുന്നു, ഓർക്കണം, ഇത് ഇന്ത്യ നോക്കിക്കോളും,
ഇത് ഞങ്ങളാരും ഇടപെടുന്ന പ്രശ്നമില്ല, ഇത് നിങ്ങളുടെ പ്രശ്നമാണെന്ന് അവരുടെ വൈസ് പ്രസിഡന്റ് പറഞ്ഞിരുന്നു എന്നുള്ളത് ഞാൻ പലവട്ടം നോക്കിയ ഒരു കാര്യമാണ്. അപ്പൊ ചുരുക്കം പറഞ്ഞാൽ അവർക്ക് ഇൻട്രസ്റ്റ് വന്നത് ഒരു ന്യൂക്ലിയർ ഒരു പ്രശ്നത്തിലോട്ട് കാര്യങ്ങൾ ചെന്നെത്തുമോ എന്നുള്ളതാണ്. അതൊരു വലിയ മേജർ പ്രശ്നമാണ്. അതാണ് ഇവരെ അതൊരു വാർണിംഗ് ഷോട്ടായിരുന്നു. ഇന്ത്യയുടെ ഡീപ് സ്ട്രൈക്ക് കേപ്പബിലിറ്റി, ഇത്രയും പ്രിസൈസ് കേപ്പബിലിറ്റി, ന്യൂക്ലിയർ അസറ്റ്സ്, അതായത് ന്യൂക്ലിയർ ആയുധങ്ങൾക്ക് നേരെ പോലും ഇന്ത്യ പ്രയോഗിക്കുമെന്ന് വന്നപ്പോഴാണ് അതൊരു വലിയ കാര്യം. അവരുടെ ആ ടണലിന്റെ പാർഷ്യലി ബ്ലോക്കേജ് ആണ്. ഇത് ഞാൻ പറയണത് ഇനി സാധാരണക്കാർ വിശ്വസിച്ചില്ല. കാരണം നിങ്ങൾ മലയാള മാധ്യമങ്ങൾ ഇത് കാണാത്തതുകൊണ്ടോ അല്ലെങ്കിൽ ഇവിടുത്തെ തന്നെ ഇംഗ്ലീഷ് മാധ്യമങ്ങൾ കാണാത്തത് കൊണ്ടോ നിങ്ങൾ സെർച്ച് ചെയ്യേണ്ടതാണ്. ഇന്ത്യാസ് കിരാന ഹിൽ സ്ട്രൈക്ക് എന്ന് അടിച്ചു നോക്കണം നെറ്റില്. KIRANA ഹിൽസ് HILLS, ഇന്ത്യയുടെ കിരാന ഹിൽ സ്ട്രൈക്ക് അല്ലെങ്കിൽ അറ്റാക്ക് എന്ന് അടിച്ചു നോക്കിക്കഴിഞ്ഞാൽ അമേരിക്കൻ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ വന്നിട്ടുള്ള കഥകൾ വരും. ഇതാണ് അതിന്റെ കാര്യം. അപ്പോ നമ്മള് ഒരു സാധാരണ ആയുധം കൊണ്ടൊരു ന്യൂക്ലിയർ ഡിറ്ററൻസ്, അതായത് അവന്മാര് പറഞ്ഞിരുന്നത് എന്താണ്, ഞങ്ങൾ ന്യൂക്ലിയർ ആയുധം പ്രയോഗിക്കും, ന്യൂക്ലിയർ ആയുധം, ഇവന്റെ ന്യൂക്ലിയർ ആയുധം പുറത്തെടുക്കാൻ പറ്റാത്ത വിധത്തിൽ അടിച്ചു എന്നുള്ളതാണ് ഇന്ത്യയുടെ ഏറ്റവും വലിയ വിജയം. 2, അതുകൊണ്ട് നമുക്ക് ഇവര് യുദ്ധം നിർത്തണമെന്ന് താല്പര്യമില്ല. പക്ഷെ ലോക രാജ്യങ്ങൾ, ഞാൻ കഴിഞ്ഞ ദിവസവും പറഞ്ഞിരുന്നു, അത് അല്ലെങ്കിൽ ഞാൻ ഫേസ്ബുക്കിൽ എഴുതിയിരുന്നു, അതായത് ഈ ന്യൂക്ലിയർ യുദ്ധം ഒഴിവാക്കേണ്ടത് ഇന്ത്യയുടെയും പാകിസ്ഥാന്റെയും മാത്രം ആവശ്യമല്ല. കാരണം ഇവര് ന്യൂക്ലിയർ ആയുധം ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഇന്ത്യയെ വിരട്ടിക്കൊണ്ടിരിക്കുന്നത്, അല്ലെ മറ്റു രാജ്യങ്ങളെ പേടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ന്യൂക്ലിയർ ആയുധം ഉള്ളവനെയും നമ്മൾ എതിർക്കും. വേണമെങ്കിൽ നിങ്ങൾ ഏറെ ഇന്റർവ്യൂ ചെയ്യണം, മര്യാദ പറയണം, അവനെ മര്യാദ പഠിപ്പിക്കേണ്ടത് നിങ്ങളുടെയും കൂടെ ബാധ്യതയാണ്. നമുക്ക് എന്തായാലും ഇനി നിവൃത്തിയില്ല. അങ്ങനെ ഒരു ഇന്റർനാഷണൽ ഡിപ്ലോമാറ്റിക് ഇന്റർവെൻഷൻ, അതായത് മറ്റുള്ള രാജ്യങ്ങളുടെ ഇടപെടൽ അത്യാവശ്യമാക്കിയത് ഇന്ത്യയുടെ ഈ കിരാന ഹിൽ സ്ട്രൈക്കാണ്. ഇതൊരു മാത്രമല്ല, അവർ അതോടുകൂടി പാകിസ്ഥാനും അമേരിക്കയ്ക്കും എല്ലാവർക്കും മനസ്സിലായി ഇവരുടെ ന്യൂക്ലിയർ ആയുധങ്ങളൊന്നും അത്ര സുരക്ഷിതമല്ല. ഇന്ത്യ വിചാരിച്ചാൽ അതിനെ അടിക്കാനോ ബ്ലോക്ക് ചെയ്യാനോ പറ്റും. ഇവൻ ആയുധം പുറത്തെടുത്തിട്ട് വേണ്ടേ അടിക്കാൻ. മാത്രമല്ല, നമ്മൾ ഈ ന്യൂക്ലിയറിനെ പറ്റിയൊക്കെ പറയേണ്ട കാര്യം, ന്യൂക്ലിയർ ആയുധം അങ്ങനെ പുറത്ത് വെച്ചിരിക്കുന്നതല്ല. ആദ്യം എടുത്ത് പുറത്ത് കൊണ്ടുവന്ന് ലോഞ്ച് ചെയ്യുമ്പോഴത്തേക്ക് മറ്റുള്ളവരൊക്കെ അറിയും. റഷ്യ ചെയ്ത അമേരിക്ക അറിയാം, അമേരിക്ക ചെയ്ത റഷ്യ അറിയും, ഏത് ന്യൂക്ലിയർ രാജ്യം അത് ചെയ്താലും അമേരിക്ക അറിയും. കാരണം അത് നോക്കിയിരിക്കേണ്ടത് അവരുടെ കൂടെ താല്പര്യമാണ്. എന്താ വെച്ചാൽ ഈ ന്യൂക്ലിയർ ആയുധം അമേരിക്കക്കെതിരെയാണ് പ്രയോഗിക്കണമെങ്കിലോ അമേരിക്കക്കെതിരെ താല്പര്യമുള്ള ധാരാളം പേര് അവര് പാർപ്പിച്ചിട്ടുണ്ട്. ഇവര് തന്നെ എന്തായാലും പറയുക, തീവ്രവാദികളായിട്ട് അവർ പാർപ്പിച്ചിട്ടുണ്ടല്ലോ. ഇനി അടുത്തത്, നമ്മുടെ ഇന്ന് രാവിലെ പുറത്തു വന്ന ഞെട്ടിക്കുന്ന ഒരു വിവരം, അതായത് അവരുടെ റാഫിക്കി എയർബേസ്, അതായത് ഷോർക്കോട്ടിലുള്ള റാഫിക്കി എയർബേസ്, ചക്വാൽ എന്ന് പറയുന്ന സ്ഥലത്താണ് മുറൈദ് എയർബേസ്, നൂർഖാൻ എയർബേസ്, ചക്കാലയിലുള്ള റാവൽപിണ്ടിയിലുള്ള, ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളാണ്. ഇതിന്റെ 4ഓളം ബ്രഹ്മോസ് മിസൈൽ, ഇന്ത്യയുടെ ഏറ്റവും വലിയ ആയുധമാണ് ബ്രഹ്മോസ് മിസൈൽ. അതായത് ലോകത്തിലെ ഏറ്റവും സ്പീഡിൽ സഞ്ചരിക്കുന്ന മിസൈൽ എന്ന് പറയുന്ന ഇന്ത്യയുടെ ബ്രഹ്മോസ് മിസൈലാണ്. അത് പലർക്കും അറിഞ്ഞൂടാ. ഓൾമോസ്റ്റ് മാക് 3 വേഗത്തിൽ സഞ്ചരിക്കുന്ന അത്രയും വലിയ വേറൊരു മിസൈൽ ഇല്ല. അതാണ് പോയി ഈ എയർബേസുകളൊക്കെ അടിച്ചു തറഞ്ഞത്. അതായത് അവരുടെ റൺവേകൾ അടിച്ചു പൊളിച്ചു. അതായത് ഈ റഫീഖ് എയർബേസ് എന്ന് പറയുന്നത് അവരുടെ ഫൈറ്റർ ജെറ്റും ഡ്രോണിന്റെയും ബേസാണ്. അത് ബ്രഹ്മോസ് മിസൈലാണ് അടിച്ചത്. മുറീദ് എയർബേസ് എന്ന് പറയുന്നത് അവരുടെ പഴയ പ്ലെയിനുകളെല്ലാം ഉള്ള ട്രെയിനിങ് സ്ക്വാഡ്രൺ ഒക്കെ ഇരിക്കുന്ന അതിനെ ഒരു ക്രൂയിസ് മിസൈൽ വെച്ചിട്ടാണ് തകർത്തത്. ഈ നൂർഖാൻ എയർബേസ് എന്ന് പറയുന്ന ചക്കാല റാവൽപിണ്ടിയിലുള്ളതും എഗെയിൻ ബ്രഹ്മോസ് മിസൈലാണ് പോയിട്ട്. അത് അവരുടെ സ്ട്രാറ്റജിക് കമാൻഡാണ്. റാവൽപിണ്ടിയാണ് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട എയർബേസ്. അതിനെ നിലം പരിശാക്കി കളഞ്ഞു എന്നുള്ളതാണ് ബ്രഹ്മോസ് മിസൈൽ പോയിട്ട്. അതുപോലെ തന്നെ അവരുടെ സക്കേസർ റഡാർ ആൻഡ് സർവൈലൻസ് സ്റ്റേഷൻ, അതൊരു ഹമ്മർ ബോംബ് പോയിട്ട് ഗ്ലൈഡ് ബോംബാണത്. അത് നമ്മൾ ആദ്യം ഉപയോഗിച്ചു, പിന്നെ ഉപയോഗിച്ചു. അതുപോലെ തന്നെ പിണ്ടി ഗബ് ആമിനേഷൻ തകർത്ത് കളഞ്ഞത് വേറൊരു ആർട്ടിലറി ഇത് വെച്ചിട്ടാണ്. അതേപോലെ കിർപ്പ ഫ്യൂവൽ സ്റ്റോറേജ് ഡിപ്പോട്ടും ഒരു GMLRS എന്ന് പറയുന്ന ഒരു വെപ്പൺ വെച്ചിട്ടാണ് തകർത്തത്. അപ്പൊ ചുരുക്കി പറഞ്ഞാല് നമ്മള് സ്കാൽപ്പ് മിസൈലുകള്, ഹാമർ ബോംബ്സ്, ബ്രഹ്മോസ് മിസൈല്, ഇതൊക്കെ നമ്മുടെ പ്ലെയിനുകളിൽ നിന്ന്, അതായത് നമ്മുടെ ഒന്നുകിൽ മിസൈൽ വഴി, ഈ ബ്രഹ്മോസ് മിസൈൽ വഴി, അല്ലെങ്കിൽ സുഖോയ് വെച്ചിട്ട് നമ്മുടെ രാജ്യത്തിനകത്ത് നിന്ന് തന്നെയാണ് അടിച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ അപ്പൊ മാത്രമല്ല അവരുടെ എയർ ഡിഫൻസ് സിസ്റ്റം കംപ്ലീറ്റ് തകർത്ത് കളഞ്ഞു. ഈ സർഫസ് ലോഞ്ച് വെപ്പൺസ് എന്ന് പറയുന്ന ഇന്ത്യൻ ആർമിയുടെ DRDOയുടെ ആണ് ഈ ബ്രഹ്മോസ് മിസൈൽ. ഒരു മാക് 3 ഇതിലുള്ള, അതിനകത്ത് ഈ ബ്രഹ്മോസ് മിസൈലിന്റെ പ്രശ്നം വലിയ രാജ്യങ്ങൾ വിചാരിച്ചാൽ പോലെ അമേരിക്കയ്ക്ക് പോലും അല്ലെങ്കിൽ ചൈനയ്ക്ക് പോലും ഏറ്റവും ഭയമുള്ള
വെപ്പണാണ് ബ്രഹ്മോസ് മിസൈൽ. റഡാറിൽ അത്ര കിട്ടുന്നത്, റഡാർ സിഗ്നേച്ചർ അതിന്റെ ലോ ആണ്. അതായത് റഡാറിൽ കിട്ടാനുള്ള സാധ്യത കുറവാണ്. മാത്രമല്ല അതിന്റെ ഒരു ഡീപ്പ് പ്രിസൈസ് ആയിട്ടുള്ള പെനിട്രേഷന്റെ കപ്പാസിറ്റി മാത്രമല്ല. ഇന്നലെ പിനാക്ക ഗൈഡഡ് റോക്കറ്റ്സ് അതറിയാൻ കേട്ടിട്ടുണ്ടാവും. പിനാക്ക എന്ന് വെച്ചാൽ ഒരു 4-5 പിന്നെ നമ്മുടെ ലോറികളിൽ നിന്ന്, ട്രക്കുകളിൽ നിന്ന് ഒരെണ്ണത്തിനകത്ത് ഒരു 50ഓളം മിസൈലുകൾ പടപടപടപടാന്ന് പോകുന്നത് നമ്മള് പിനാക്ക മിസൈൽ ലോഞ്ച് എന്ന് പറഞ്ഞെങ്കിൽ ആളുകൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നോക്കേണ്ട പിനാക്ക, PINACK പിനാക്ക മിസൈൽസ് അതുവരെ ഫയർ ചെയ്തു. അപ്പൊ ചുരുക്കം പറഞ്ഞ എന്ത് പറ്റി? ഇന്റർനാഷണൽ ആൻഡ് സ്ട്രാറ്റജിക്കൽ അതിന്റെ ഒരു റെസ്പോൺസ് ഉണ്ടായി. ഇന്റർനാഷണൽ ആൻഡ് സ്ട്രാറ്റജിക്കൽ ഫോളോ അപ്പ്. അമേരിക്ക പോലും ഭയന്നു പോയി. മാർക്കോ റൂബിയോ അവരുടെ സെക്രട്ടറി, സ്റ്റേറ്റ് സെക്രട്ടറി, JD വാൻസ്, ഇവരൊക്കെ അമേരിക്കൻ വൈസ് പ്രസിഡന്റ്, ഇവരൊക്കെ അങ്ങ് അവര് പോലും പ്രതീക്ഷിക്കാത്ത രീതിയിലാണ് ലോകരാഷ്ട്രങ്ങള് ഇന്ത്യക്ക് ഇത്രയും കേപ്പബിലിറ്റി, അതായത് പ്രിസിഷൻ സ്ട്രൈക്ക്. ഈ പലയിടത്തും കൊണ്ട് ബോംബിട്ടിട്ട് അത് എവിടെയെങ്കിലും പോയി വീണിട്ട് ഒരു കാര്യമില്ല. ഇത് പ്രത്യേകിച്ച് ഇതുപോലുള്ള സംഭവങ്ങൾ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. നമ്മള് അവരുടെ ന്യൂക്ലിയർ സ്റ്റേഷൻ അടിക്കുമ്പോൾ അതിന്റെ ഡോറിലാണ് അടിച്ച് പൂട്ടിക്കളഞ്ഞത്. ഇത് വേറെ എവിടെയെങ്കിലും അത് മലയിൽ ചെന്നുകൊണ്ടാ ഒരു പ്രയോജനമില്ല. അപ്പൊ ഇത്രയും പ്രിസൈസ് ആയിട്ട് അടിക്കാൻ സാധിച്ചു എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ, അതായത് അവന്റെ ന്യൂക്ലിയർ സൈറ്റ്, അവരുടെ ന്യൂക്ലിയർ ആംസ് ശേഖരിച്ചു വെച്ചിരുന്ന സൈറ്റ് പോലും അടിക്കാൻ പറ്റി എന്നുള്ളതാണ്. അതോടുകൂടി അവര് ഭയന്നുപോയി എന്നുള്ളതാണ്, ലോകം ഭയന്നു എന്നുള്ളതാണ്. അങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ വളരെ പെട്ടെന്ന് ഒരു യുദ്ധം ഈ 3 ദിവസത്തിനകത്ത് തീരുമെന്ന് അമേരിക്കയോ പാകിസ്ഥാനോ റഷ്യയോ ചൈനയോ ആരും സ്വപ്നത്തിൽ പോയി നമ്മൾ പോലും വിചാരിച്ചില്ല എന്നുള്ളതാണ് വാസ്തവം. പക്ഷെ നമുക്ക് നിവൃത്തികേട് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ സർവ്വശക്തിയും എടുത്ത് നമ്മൾ പ്രഹരം തുടങ്ങി. അപ്പോഴും പ്രഹരം തുടങ്ങിയിട്ടേ ഉള്ളൂ. കറാച്ചി പോർട്ടൊന്നും തൊട്ടില്ല. ഒരു ദിവസം കൂടെ കഴിഞ്ഞിരുന്നെങ്കിൽ പാകിസ്ഥാൻ തവിട് പൊടിയായതിനെന്ന് പാകിസ്ഥാനും അറിയാം, അമേരിക്കയ്ക്കും അറിയാം, എല്ലാവർക്കും അറിയാം. നമുക്ക് ഒരിക്കലും ഒരു യുദ്ധം നീട്ടിക്കൊണ്ടുപോകണമെന്നോ അത് നമ്മുടെ എക്കണോമിയെ ബാധിക്കും. നമ്മുടെ അൾട്ടിമേറ്റ്ലി നമ്മളൊരു 3-4 വർഷമെങ്കിലും ഇക്കണോമിക്കലി ഒന്ന് പുറകോട്ട് പോകേണ്ടി വരും. അത് നമ്മുടെ ഒരു ലക്ഷ്യമേ അല്ലെന്ന് നമ്മൾ ആദ്യമേ പ്രഖ്യാപിച്ചത്. ഒരു യുദ്ധം നമ്മുടെ ലക്ഷ്യമല്ല. ഈ പാകിസ്ഥാൻ ഓക്കുപൈഡ് കാശ്മീർ പിടിക്കുമ്പോൾ നമുക്ക് താല്പര്യമുണ്ട്. പക്ഷെ അതുപോലും ഈ യുദ്ധത്തിൽ നമ്മുടെ ലക്ഷ്യം, നമുക്കുണ്ടായിരുന്ന ആകെയുള്ള ആവശ്യം എന്ന് പറഞ്ഞാൽ നമ്മളോട് കാണിച്ച വൃത്തികേട് കാണിച്ചവരെ നമ്മൾ ശിക്ഷിച്ചിരിക്കും. അവർ എവിടെ ചെന്നൊളിച്ചാലും ശിക്ഷിച്ചിരിക്കും. അപ്പൊ അതുകൊണ്ട് ഇതാണ് അമേരിക്ക ഇടപെട്ടിട്ടുണ്ടെങ്കിൽ അമേരിക്ക ഇടപെട്ടതിന്റെ അപ്പോഴും ഡീല് നമ്മൾ വേറൊരാളായിട്ടല്ല, നേരിട്ടായിരുന്നു ഡീല്. അതായത് പാകിസ്ഥാന്റെ ഡയറക്ടർ ജനറൽ ഓഫ് മിലിറ്ററി ഓപ്പറേഷനും ഇന്ത്യയുടെ ഡയറക്ടർ ജനറൽ ഓഫ് മിലിറ്ററി ഓപ്പറേഷനും തമ്മിൽ ഇതും. ഇനി അതിനുശേഷം ചൊറിയും മാതും ചെറിയ വെടിവയ്പ്പൊക്കെ ഉണ്ടാകുമായിരിക്കും. അതിനകത്തൊന്നും വലിയ പ്രസക്തിയില്ല. പക്ഷെ അവർക്ക് കിട്ടേണ്ട മെസ്സേജ്, ലോകത്തിന് കിട്ടേണ്ട മെസ്സേജ്, ചൈനയ്ക്കും അമേരിക്കയ്ക്കും കിട്ടേണ്ട മെസ്സേജ് വളരെ ക്ലിയർ ആയിട്ട് കൊടുത്തു. അതാണ് നമ്മൾ വിജയിച്ചതിന്റെ കാരണം. ദയവ് ചെയ്ത് താല്പര്യമുള്ളവര് കിരാന ഹിൽസും എന്തായാലും പറയുക, ഇൻഡിപെൻഡന്റ് ആളുകൾ എഴുതിയിട്ടുള്ള സംഭവങ്ങളുണ്ട്. ഈ എയർഫോഴ്സ് ബേസുകളും തകർത്തതിനെ പറ്റി പോയി വായിക്കണം. ഞാൻ പറ്റുമെങ്കിൽ ലിങ്കുകൾ എന്റെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യാം. താങ്ക് യു സോ മച്ച്. വ്യക്തമാണ്. എന്തായാലും ഇന്ത്യ അതിശക്തമായ ഭാഷയിൽ തിരിച്ചടിച്ചു. ഇനി ഒരു ദിവസം കൂടി വൈകിയിരുന്നെങ്കിൽ വിനോദ് സർ സൂചിപ്പിച്ചതുപോലെ പാകിസ്ഥാൻ തവിട് പൊടിയാകാനുള്ള സാധ്യതയുണ്ടായിരുന്നു. ആ ഒരൊറ്റ തിരിച്ചറിവിലാണ് പിൻവാങ്ങാനുള്ള തീരുമാനം ട്രംപിനെ വിളിച്ച രാജ്യം അറിയിച്ചതും സീസ് ഫയർ നിലവിൽ വന്നതും. വ്യക്തമാണ്. താങ്ക് യു സർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.